അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത് പൊന്നൂക്കര, അതായത് ചോച്ചേരിക്കുന്ന് കേരള പഴനി എന്ന് പറയും. അതായത് നമ്മുടെ മെയിൻ പഴനി കഴിഞ്ഞ് പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന കേരള പഴനി എന്ന് പറയുന്നത് ഇവിടെയാണ്, ചോച്ചേരിക്കുന്ന് പൊന്നൂക്കര. ഏകദേശം ഒരു 250ഓളം സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അമ്പലത്തിന് താഴെയായിട്ട് ഇവിടെ ഒരു ഗണപതി കോവിലുണ്ട്. പ്രധാന വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കലാണ്. പിന്നെ പടികോടം നമ്മൾ കാവടി എടുത്ത് പടി കയറി പോവുക. അപ്പോൾ എന്തെങ്കിലും താഴത്തെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി മുകളിൽ ചെന്നിട്ട് നമുക്ക് മുരുകനെ കാണാം. ഇപ്പോൾ ഇതിന് ഓരോ സ്റ്റെപ്പിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ കുടുംബക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ആ കുടുംബക്കാർക്കൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ മുരുകൻ്റെ. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പൂവും വഴിക്ക് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അറിഞ്ഞു പോകാം. ഓക്കെ, ഈ സ്റ്റെപ്പുകളൊക്കെ കയറി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാലുവേദന ഉള്ളവർക്കൊക്കെ അതേ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് ഇതേ ഒരു ബെഞ്ച് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിശ്രമിച്ച് കയറാം വീണ്ടും. എന്തായാലും സൂപ്പർ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ ആയിരുന്നു. അത് എനിക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മുരുകനെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇതേ സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് കയറി ഏകദേശം നമ്മൾ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് എത്താറായി. പിന്നെ ഇവിടുത്തെ മുകളിൽ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തലമുണ്ടനം ചെയ്യണ പരിപാടി. അതിവിടെ നല്ല തിരക്കാണ്. പക്ഷേ എനിക്ക് ഈ മുണ്ടനം ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി മുണ്ടനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മാത്രമല്ല കയറി വരാനുള്ളത്. വയസ്സായിരിക്കും, ഇനിയിപ്പോൾ കാലിന് മുട്ടുവേദനയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വാഹനം വരാനുള്ള സൗകര്യം ഇതിലിങ്ങനെ വളഞ്ഞിട്ട് അപ്പുറത്തെ വഴി കൂടെ ഉണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ അതേ തൊട്ടപ്പുറത്ത് കാണുന്നത് ഊട്ടുപുര, അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി സ്റ്റെപ്പ് നമ്മൾ കയറിയ ഇനി നേരെ നമ്മുടെ മെയിൻ സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് നമ്മൾ ഇനി കയറി ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതും കൂടി നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു ആല് കയറി വരുമ്പോൾ തന്നെ നല്ല വൈബ് കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ആല്, വേറെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ, രസമാണ്. നിങ്ങളെന്തായാലും ഇത് നമ്മുടെ ഈ കേരള പഴനി എന്ന് പറയുന്ന ഈ അമ്പലം എല്ലാവരും കണ്ടിരിക്കണം, കേരളത്തിലത്തെ എല്ലാവരും കണ്ടിരിക്കണം. ഇനി ഒരു 18 സ്റ്റെപ്പ് കൂടി കയറിയ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഓക്കെ.